ഇന്നതേ നല്ല മഴയുള്ളൊരു ദിവസം ഉണ്ടാ. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ കുറഞ്ഞിട്ടില്ല. കുളത്തിലും തോട്ടിലൊക്കെ വെള്ളം ശരിക്ക് കൂടിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ മഴ കാരണം ഇന്ന് ചൂണ്ടിടാനൊന്നും എവിടെയും പോകാനും പറ്റിയിട്ടില്ല. ഇപ്പതേ ഒരു വൈകുന്നേരം സമയമായപ്പോൾ മഴയൊക്കെ ഇച്ചിരി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടാ. കുളത്തിലൊക്കെ കണ്ടാ വെള്ളമൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. കുളത്തിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടാ. അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് വല വെച്ചിട്ടുള്ളത്. വല വെച്ചാലും എന്തായാലും കുറേയൊക്കെ പോകും. നമ്മളിതേ ഇപ്പോൾ പോണത് വീടിൻ്റെ തൊട്ട് പുറകിലുള്ള പറമ്പിലുണ്ടാ. ഇവിടെയൊക്കെ ശരിക്കും വെള്ളം നിറഞ്ഞ് നിൽക്കണം. ഇവിടെയുള്ള ചെറിയ തോട്ടിൽ ഒരു കെണി വല സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേട്ടാ. രാത്രി സമയമാകുമ്പോൾ ഇതിൽ കൂടെ അത്യാവശ്യം നല്ല മീനുകളൊക്കെ കയറി വരും. അങ്ങനത്തെ വലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ രാത്രി വന്ന് നോക്കിയാൽ മതി. മിക്കവാറും കരിപ്പിടിനൊക്കെ ഉണ്ടാ കിട്ടാറുള്ളത് വലയിൽ. ഇത് കണ്ട വീടിനോട് ചേർന്നുള്ള കുളം ഉണ്ടാ. വെള്ളം നിറഞ്ഞ് പറമ്പിൻ്റെ ലെവലെത്തി. കുളത്തിൽ കരഭാഗത്തിനോട് ചേർന്ന് തന്നെ കുറച്ച് കരിപ്പിടിയൊക്കെ മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും അതിനെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും വെള്ളം കയറി പോകാനുള്ളതാണ്. ഈ ചെമ്മീൻ കടലിൽ ചൂണ്ടിടാനായിട്ട് മേടിച്ച് വെച്ചാണ്ടാ. പക്ഷേ ഇന്ന് മഴ കാരണം എവിടെയും പോകാനൊന്നും പറ്റിയില്ല. അപ്പം പിന്നെ ഇതിട്ട് തന്നെ കരിപ്പിടിനെ പിടിക്കാമെന്ന് വിചാരിച്ച്. ഈ മഴ സമയത്ത് മണ്ണിര നോക്കി നടക്കണേലും എളുപ്പം ഇത് തന്നെയാണ്. അങ്ങനത്തെ ആദ്യത്തെ ബെയ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അധികം നേരം ഒന്നും എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. മീനുകൾ കരനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട്. എവിടെ ഇതേ കണ്ട ഒരു ഇടത്തരം കരിപ്പിടി കണ്ട കിട്ടിക്കൊണ്ടിരിക്കണേ. ഈ കരിപ്പിടിനെ ചൂണ്ടിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും ബോറടിക്കാത്തൊരു പരിപാടി കണ്ടാ. ഇതിങ്ങനെ ചടപടയെന്ന് ചൂണ്ടയിൽ പിടിച്ചോണ്ടിരിക്കും. കരിപ്പിടികൾ കരനോട് ചേർന്ന് തന്നെ ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അധികമൊന്നും പിടിക്കണില്ല. ഇന്ന് വൈകുന്നേരത്തേക്ക് ആവശ്യമുള്ള മീൻ മാത്രമേ പിടിച്ചെടുക്കണുള്ളൂ. ഈ കുളത്തിൽ ഇതുവരെ മീനെ വാങ്ങിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതേപോലെ വെള്ളം വരുമ്പോൾ വരുന്ന മീനുകളാണ് കൂടുതലുള്ളത്. ഇതിൽ കുറേയൊക്കെ കുളത്തിൽ തന്നെ നിൽക്കും. ബാക്കിയൊക്കെ ഇതേപോലെ മഴ പെയ്യുമ്പോൾ കയറി പോവുകയും ചെയ്യും. ചൂണ്ടയിൽ കൊത്ത് കിട്ടാനായിട്ട് അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കയറി കൊത്തുണ്ട്. ഇതേ മൂന്നാമത്തെ കരിപ്പിടി കണ്ടാ. ഇതിനിടയ്ക്ക് 1-2 മിസ്സാവുകയും ചെയ്തു. നാലാമത്തത് വീടിൻ്റെ പടിക്കൽ നിന്ന് മീൻ പിടിക്കുന്ന ഈ പരിപാടി മഴക്കാലത്ത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. വേനൽക്കാലത്ത് ഈ കുളത്തിലെ വെള്ളം ശരിക്ക് ഇറങ്ങും താഴത്തേക്ക്. എല്ലാ കൊല്ലവും വേനൽക്കാലത്ത് നമ്മൾ കുളം വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കയറി വരുന്ന മീനുകളൊക്കെ കിട്ടാറുണ്ട്. ഇതുവരെയ്ക്ക് ഇതേ ഒരു 4-5 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ മീൻ പിടിക്കണുള്ളൂ. കണ്ട ഇടണ എല്ലാ ചൂണ്ടയിലും മീൻ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെമ്മീനായ കാരണം ഇടയ്ക്കിട്ടൊക്കെ ഓരോന്നൊക്കെ മിസ്സാവുന്നുണ്ട്. മണ്ണിരായിരുന്നെങ്കിൽ മീൻ മിസ്സാവാനുള്ള ചാൻസ് ഒക്കെ കുറഞ്ഞേനെ കേട്ടോ. ഇതിപ്പോൾ ചെമ്മീനായതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് തീറ്റയൊക്കെ. ഇവിടെ വെള്ളം പൊന്നുമ്പോൾ പറമ്പിലേക്കൊക്കെ ഈ കരിപ്പിടിയൊക്കെ കയറി വരാറുണ്ട് കേട്ടോ. ചില ദിവസം രാത്രിയൊക്കെ പറമ്പിൽ നിന്ന് കിട്ടാറുണ്ട് മീനെ. എന്താ പറയുക, അങ്ങനത്തെ നമുക്ക് അത്യാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1-2 എണ്ണത്തിനെയും കൂടെ പിടിച്ചിട്ട് ചൂണ്ടകളിൽ നിർത്തണമാണ്. എന്തായാലും മരൊക്കെ 1-2 മഴയ്ക്ക് തന്നെ കയറി പോകാനുള്ളതായിരുന്നു കേട്ടോ. ഇന്നതേ ഇവനെയും കൂടെ പിടിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള മീനായിട്ടുണ്ട്. നമ്മളിതേ അധികം നേരമൊന്നും ചൂണ്ടിട്ടിട്ടില്ല കേട്ടോ. അപ്പം തന്നെ ഒരു 5-10 മീനെ കിട്ടിയിട്ടുണ്ട്. ബാക്കി മീനുകൾ അവിടെ കരനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മരൊക്കെ ഇന്ന് രാത്രിയിലെ മഴയിൽ തന്നെ കയറിപ്പോവും.
കണ്ട എല്ലാം നല്ല അടിപൊളി നാടൻ കരിപ്പിടിയാണ് കേട്ടോ. വലിയ സൈസൊന്നും പറയാനില്ല കേട്ടോ, മിക്കതും ഇടത്തര സൈസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.